നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. യുവതിയെ അതിജീവിത എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിത എന്ന് പരാമർശിക്കുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ല. യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിലാണ് പരാതി നൽകിയത്. വ്യാജ അതിജീവിതയെന്ന് അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറും രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ 16 ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഇട്ടുവെന്നും അല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു പറഞ്ഞാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് അത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഭർത്താവിന്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശിച്ചാണ്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്. അതിന്റെ ജാള്യത മറയ്ക്കാനാണ്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കർശനമായ ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വറിന് ഈ കേസിൽ, സൈബർ അധിക്ഷേപ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷവും വീണ്ടും ഈ അതിജീവിതയെ, ഈ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഇതേ തുടർന്ന് ഈ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഈ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറിൻ്റെ നീക്കം. ഇവിടെ പറയുന്നുണ്ട് അതിജീവിതയെന്ന് ആ യുവതിയെ വിളിക്കരുത്, അത് കോടതി പോലും അങ്ങനെ പരാമർശിക്കുന്നില്ല എന്ന്. ഇത്തരം പരാമർശങ്ങളിൽ എന്താണ് രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്? തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കെതിരെയുള്ള ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കണ്ടത്. 16 ദിവസം തനിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പരാതി നൽകിയിരിക്കുന്ന യുവതി, അവർ അതിജീവിത എന്നവർക്ക് വിശേഷണം അവർക്ക് ചേരില്ല. അതേസമയം അവർ പരാതിക്കാരി മാത്രമാണ്. അവർ വ്യാജ പരാതിയാണ്. വ്യാജ അതിജീവിത എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരിയായ യുവതി കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലിക്ക് വീണ്ടും പരാതി നൽകുന്ന സാഹചര്യം, രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ഈ യുവതിക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ ഈശ്വറിനെ കുടുക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടായതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി. എന്തായാലും സൈബർ ക്രൈം പോലീസിന്റെ മുമ്പിൽ രാവിലെ എത്തിയാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിലൊരു പരാതി കൈമാറിയിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങളെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നുവെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് തന്നെ 16 ദിവസം ജയിലിൽ അടച്ചതെന്നും പറയുന്നു. മാത്രവുമല്ല, ഇരയെന്ന വിശേഷണത്തിന്, രാഹുൽ മാങ്കൂട്ടം കേസിലെ ഈ പരാതിക്കാരിയായ യുവതി ഇരയെന്ന വിശേഷണത്തിന് ചേരുന്നയാളല്ല എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഇന്നലെ അവർ നൽകിയ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വീണ്ടും പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ട് രാഹുൽ രംഗത്തെത്തിയെന്ന ആവശ്യം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി വീണ്ടും അന്വേഷണ സംഘത്തെ കാണാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടന്നിട്ടില്ല തന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ. മാധ്യമങ്ങളെ കാണരുതെന്ന വ്യവസ്ഥ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാമർശവും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. 16 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കെതിരെയുള്ള ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കമാണ് തന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും നടത്തിയിരിക്കുന്നത്.
അതായത് ഡാൻ, തുടർച്ചയായ 2 ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ ഈ പരാതിക്കാരിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത്, ആണിനെ കൊടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ചു നോക്കൂ, ഈ പുരുഷവേട്ട ഇല്ലാതാക്കണമെന്നാണ് പോലീസ്, കോടതി, നിയമ സംവിധാനങ്ങളോട് പറയാനുള്ളതെന്നായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം. ഇന്നായപ്പോൾ നേരിട്ട് ഈ അതിജീവിതയ്ക്കെതിരെ പരാമർശം നടത്തുന്നു. ഇവരെ, ഈ യുവതിയെ അതിജീവിത എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. സ്വാഭാവികമായും ഈ യുവതി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? കാരണം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിവരം? 7-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ നാടകീയമായ നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അവിടെയും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് സാധ്യത. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പരാതിക്കാരിയായ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണം വലിയ തരത്തിൽ ബോധപൂർവം തന്നെ നടക്കുന്നുണ്ട് എന്ന വിമർശനം നേരത്തെ മുതൽ ഉയരുന്നതാണ്. അതിനിടയിലാണ് രാഹുൽ ഈശ്വർ, ഇതേ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച 16 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച രാഹുൽ ഈശ്വർ വീണ്ടും നേരിട്ട് ഈ യുവതി ആരാണ് എന്ന അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക്, യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോമിൽ അത് കിടക്കുന്നതിനെതിരെ യുവതി വീണ്ടും പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ജി പൂങ്ങൂടിലേക്ക് അവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് അന്വേഷണ സംഘത്തിന്, അതായത് സൈബർ ക്രൈം പോലീസിൽ ഈ പരാതി കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘം നിർബന്ധിതമാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഡാൻ, അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ ഭർത്താവ് പോലീസിന്, മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയത്. അതായത് തൻ്റെ കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു യുവാവ് രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ യുവതിയുടെ ഭർത്താവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുമോ എന്നത് ഇനി അറിയാനുള്ള കാര്യമാണ്. BNS സെക്ഷൻ 84 ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് യുവതിയുടെ ഭർത്താവ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഇമെയിലായി അയച്ചിരിക്കുന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് മേധാവി അത് ADGPക്ക് കൈമാറുന്ന ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഉണ്ടാകേണ്ടത്. അതിന്റെ ഭാഗമായി തുടർ നീക്കങ്ങൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ അതിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയാണോ, അതോ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ഈ കേസ് കൈമാറുകയാണോ ചെയ്യുക? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഈ പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അത് ഏത് തരത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിന്റെ ഭാഗമായി വീണ്ടും ഒരുപക്ഷെ യുവതിയുടെ ഭർത്താവിനെ മൊഴിയെടുക്കാനുള്ള സാധ്യത അടക്കം നിലനിൽക്കുകയാണ്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിനെതിരെ യുവതി സൈബർ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നു, രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി നൽകി. ഇതിന്റെ പിന്നാലെയാണ് യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഒയ്ക്കെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 രൂപ വന്നതിൽ ക്രമക്കേട് നടന്നുവെന്നും VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണിതെന്നുമാണ് വിജിലൻസ് നിഗമനം. വിദേശ ഫണ്ട് സ്വീകരിച്ചതിന് രേഖകൾ സൂക്ഷിക്കാത്തത് FCRA നിയമത്തിന്റെ ലംഘനമാണ്. അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്
ഈ രീതിയിലുള്ളൊരു നീക്കമുണ്ടാകുന്നത്? അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ വരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷം അത്ര കാര്യമായി എടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക? അരുൺ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിനുള്ള ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കമാണെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നു. എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന വിമർശനവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തു. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. ഇന്ന് അതിന് പിന്നാലെയാണ് ഈ പുനർജനി പദ്ധതിയുടെ പ്രധാനപ്പെട്ട മറ്റൊരാളിൽ നിന്ന് കൂടി ഈ രീതിയിൽ അയാളെ കൂടി പ്രതി ചേർക്കാനുള്ള അല്ലെങ്കിൽ അയാൾക്കെതിരെ കൂടി അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്ത ഇതിന്റെ തുടരന്വേഷണം പുനർജനി പദ്ധതിയുടെ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. മണപ്പാട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദ് VD സതീശൻ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഭരണപക്ഷത്തു നിന്ന് ഉയർന്നത്. പ്രത്യേകിച്ചും ഈ വിജിലൻസ് അന്വേഷിച്ചതും ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ഈ പ്രളയബാധിതരെ പുനരധിവസിക്കാൻ വിദേശത്ത് നിന്ന് പണം പിരിച്ചു. എന്നാൽ ഈ പുനർജനി പദ്ധതിയുടെ 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,00,000 പരം രൂപ വന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഈ പണം ചെലവഴിച്ചതിനോ അല്ലെങ്കിൽ ഇത് സ്വീകരിച്ചതിനോ കൃത്യമായ രേഖകളില്ല എന്ന ആരോപണമാണ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് നയിച്ചത്. വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയതും മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. അതിലേക്ക് വന്ന പണവും നൽകിയ രേഖകളും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നൽകിയ രേഖകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായും വിജിലൻസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദിനെതിരെ കൂടി CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വിജിലൻസ് സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത്. ഇന്നലെ ആദ്യം പ്രതിപക്ഷ നേതാവിനെതിരെയും സമാനമായ ആരോപണമാണ് ഉയർന്നു വന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ വിജിലൻസ് തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു കത്ത് നൽകിയിരുന്നു. അത് ആ കത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടക്കുകയുമാണ്. അതിനിടെയാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEOക്കെതിരെ കൂടി അന്വേഷണം വരുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാർ നീക്കമെന്നാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. മണപ്പാട് ഫൗണ്ടേഷൻ FCRA നിയമങ്ങൾ ലംഘിച്ചുവെന്നും ഈ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണത്തിന് സർക്കാരിന് മുന്നിൽ ശുപാർശ എത്തിയിരിക്കുന്നത്. സർക്കാർ CBI അന്വേഷണത്തിന് ഒന്നുകിൽ സംസ്ഥാനത്ത് CBI അന്വേഷണം നടക്കണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ അത് ശുപാർശ നൽകണം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അത് കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തോട് ശുപാർശ ചെയ്യണം. അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശം വേണം. സർക്കാർ ഇതിൽ CBI അന്വേഷണം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൃത്യമായൊരു നിയമോപദേശം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ CBI അന്വേഷണത്തിന് ശുപാർശ നൽകണമെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ നിയമസാധ്യതയൊക്കെ പരിശോധിക്കണം. CBI അന്വേഷണം ആവശ്യമില്ല എന്ന രീതിയിലുള്ളൊരു നിയമോപദേശം സർക്കാരിന് നേരത്തെ ലഭിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്നും മണപ്പാട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നൊക്കെ ഒരു വിലയിരുത്തൽ, അത്തരം ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈയൊരു നീക്കം സ്വാഭാവികം നമുക്കറിയാം. ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് നിലപാടറിയിക്കുന്ന സർക്കാരാണ് പുനർജനി പദ്ധതിയിൽ, അതായത് വർഷങ്ങൾക്ക് ശേഷം CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന നിലപാടുമായി രംഗത്തെത്തുന്നത്. സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന്. പക്ഷേ ഇത്തരം ഒരു ശുപാർശ നൽകിയാൽ പോലും CBI അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അരുൺ?
സർക്കാർ ശുപാർശ നൽകണമെന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിന് സർക്കാർ തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ CBI അന്വേഷണം വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ്. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ്. അന്നും ഇത്തരം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് പിന്നീട് വന്ന ഇടത് സർക്കാരാണ്. അത്തരത്തിൽ നേതാക്കളെ ഇത്തരത്തിൽ കേസുകളിൽ അവർക്ക് എന്തെങ്കിലും ആ കേസുമായി ബന്ധമുണ്ടെങ്കിൽ അവരെ കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി എക്കാലവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണിതെന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും വിമർശിക്കുന്നത്. സർക്കാർ പക്ഷേ ഇതുവരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടില്ല. മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചാണ് ഇത്തരം നിഗമനത്തിലേക്ക് CBI വിജിലൻസ് എത്തിച്ചേർന്നിട്ടുള്ളത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ റെക്കോർഡുകളോ രേഖകളോ അവരുടെ കൈവശം വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല FCRA നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണിതെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെയും സമാനമായ കുറ്റം തന്നെയാണ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ അനുമതിയില്ല, സ്പീക്കറുടെ പോലും അനുമതിയില്ലാതെ വിദേശത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് ഫണ്ട് വാങ്ങുന്നു, അത് കൃത്യമായി ചെലവഴിച്ചില്ലെന്ന ആരോപണം നിയമസഭയിലടക്കം ഉയർന്നുവന്ന ആരോപണമാണ് പിന്നീട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലും അതിനുശേഷം CBI അന്വേഷണ ശുപാർശയിലേക്കുമേ ഒക്കെ എത്തി നിൽക്കുന്നത്. പക്ഷേ സർക്കാർ വളരെ എടുത്തിയാടി ഇത്തരത്തിൽ നീക്കം നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം തെളിവില്ലാത്തൊരു അന്വേഷണമാണെങ്കിൽ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടിയാകാം. ഇതിനകം പ്രതിപക്ഷം ആ രീതിയിലാണ് കാര്യങ്ങൾ സമീപിക്കുന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. വെല്ലുവിളിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്വേഷണവുമായി മുന്നോട്ട് വരട്ടെ, ഞാൻ ഭയപ്പെട്ടു പേടിച്ചുപോയി എന്ന് ഈ വാർത്തകൾ നൽകുന്നവരോട് പറയൂ എന്നൊക്കെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു കാരണവശാലും ഇത് പേടിക്കാനൊന്നുമില്ല എന്ന സന്ദേശം നേരത്തെയും വ്യക്തമാക്കുന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഒരു നിയമവിരുദ്ധ നടപടിയും ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉയർന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായ അന്വേഷണത്തിന് വിജിലൻസിനെ ചുമതലപ്പെടുത്തി. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഒരു ശുപാർശ വന്നിരിക്കുന്നത്. അതിൽ സർക്കാർ നയപരമായ തീരുമാനമെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇതുവരെ അത്ര ഒരു തീരുമാനമെടുത്തിട്ടില്ല. അത് നിയമപ്രകാരം നിലനിൽക്കുന്നതാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ അത്തരം നടപടികളെ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നൊരു വിശദീകരണമോ അല്ലെങ്കിൽ അത്തരം ഒരു വെളിപ്പെടുത്തലോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? കാരണം കൃത്യമായ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഈ FCRA ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? എന്താണ് അവർ വിശദീകരിക്കുന്നത്? അവർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചാണ്. ഒരു തരത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല. തങ്ങൾക്ക് ഈ പണം സ്വീകരിക്കാനുള്ള അനുമതിയുണ്ട്. വിദേശ നാണ്യവിനിമയ ചട്ടപ്രകാരം പണം സ്വീകരിക്കാൻ അനുമതിയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അത്തരം അനുമതി നേടിയ ശേഷമാണ് ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ കൃത്യമായ കണക്കും മറ്റും ഉണ്ടെന്ന് തന്നെയാണ് അവരുടെ വിശദീകരണം. പക്ഷേ വിജിലൻസിനെ ഇത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിജിലൻസ് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ വിജിലൻസ് മുന്നോട്ട് പോവുകയും വിജിലൻസ് അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഈ വിദേശ നാണ്യവിനിമയ ചട്ടപ്രകാരമുള്ള ക്രമക്കേട് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ തെളിവുകൾ ഇവർക്ക് കൃത്യമായി പണം ലഭിച്ചതിന്റെയും ചെലവഴിച്ചതിന്റെയും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൂടി വച്ചുകൊണ്ടാണ് അവർ ഈ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതും അത്തരമൊരു ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നതും. ഏതായാലും സർക്കാർ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് ഏത് രീതിയിലാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ നേരത്തെ സൂചിപ്പിച്ച വിജിലൻസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും ഒക്കെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ചരിത്രം കേരളത്തിനുണ്ട്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആ ഭരണപക്ഷം ഏറ്റവും വലിയ ആയുധമായി പലപ്പോഴും ഉപയോഗിക്കാറുള്ളതും അത്തരം അന്വേഷണങ്ങൾ തന്നെയാണ്. അത് ആവർത്തിക്കുമോ, അതിന്റെ ഒരു ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എങ്ങനെയാകും സർക്കാർ ഇതിനെ സമീപിക്കാൻ പോകുന്നതാണ് അറിയേണ്ടത്. ഏതായാലും പ്രതിപക്ഷ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. അത് എന്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. BB അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ആ വാർത്തയിലേക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് പോകും മുമ്പ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഈ വന്ന 20,000 പൗണ്ടാണ്. ആ 20,000 പൗണ്ട് FCRA അക്കൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. FCRA അക്കൗണ്ടിൽ ഒരു ഫെമ വയലേഷൻ ഒന്നുമില്ല. കാരണം അത് നടക്കില്ല. കാരണം അവിടെ FCRA അക്കൗണ്ടിൽ വരുന്ന പണങ്ങളൊക്കെ FCRA പറ്റി അറിയുന്നവർക്കറിയാം. എവറി 3 months റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യണം. ഞങ്ങൾ അധികമായിട്ട് FCRAയിൽ പൈസ ഒന്നും വരുത്തിക്കുന്ന ആൾക്കാരും അല്ല. വന്ന പൈസക്ക് കൊടുക്കണം. ഇത് 2018-19 നടന്ന സംഗതിയാണ്.
അതിനുശേഷം 2023 ഞങ്ങൾ FCR റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുടെ കീഴിലൊരു സാധനമാണ് FCR. അപ്പൊ അതനുസരിച്ചുകൊണ്ട് FCRൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു റിന്യൂ ചെയ്യില്ല. അത് റിന്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പ്രൂഫ്, അതായത് ഇതിനകത്ത് യാതൊന്നും പൊളിക്കാനില്ലെന്ന്. അതിന്റെ പേരിൽ ഞാൻ 100% CBI അന്വേഷണം വരണമെന്ന് സ്വാഗതം ചെയ്യുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളെപ്പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഇവിടെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. അത് വല്ലാതെ മാനസിക വിഷമം ഉണ്ടാക്കുന്നു. എന്നോട് പലരും ഇന്ന് ദുബായിൽ നിന്ന് കാലത്ത് മുതലേ കോളുകളാണ് എന്ത് കാര്യത്തിന് ഇതൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത്. പക്ഷെ എനിക്കതൊന്നും പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. പക്ഷെ പലരും ഇത് കണ്ടിട്ട് പിന്മാറുന്നുണ്ട്. അതിന് അവസരം കൊടുക്കുന്നത് അതിന്റെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അറിയുമല്ലോ. ഇതെങ്കിൽ ഇത്ര വലിയ സംഗതി വന്നാലും മല പോലെ വന്നത് എരി പോലെ പോയിക്കോളുന്നു 100% ഉറപ്പുള്ളതിന്റെ പേരിൽ ഞാൻ ഇത്ര പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്താണ്? അപ്പൊ പറയപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി പൈസ വന്നു. അപ്പോ എന്താണ് പ്രതിപക്ഷ നേതാവിന് മണപ്പാട്ട് ഫൗണ്ടേഷനായിട്ടുള്ള ഒരു മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പ്രതിപക്ഷ നേതാവ് 2018 അദ്ദേഹത്തിന്റെ എന്റെ ഒരു കോമൺ ഫ്രണ്ട് പറവൂർക്കാരൻ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ബാബുക്ക ഇങ്ങനെ ഞങ്ങൾ MLA ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് വരാൻ പറ്റുമെന്ന് വെച്ച്. ബേസിക്കലി ഞാനൊരു റീ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റാണ്. ഈ സിക്കായിട്ടുള്ള യൂണിറ്റിനൊക്കെ എടുത്ത് ചെയ്യുക. അപ്പൊ ഇത് ഒരു സിക്കാണല്ലോ. ഇപ്പൊ ഇത് പറവൂർ നിയോജകമണ്ഡലം അന്നത്തെ എനിക്കൊരു വളരെ സിക്കായി നിൽക്കുന്ന സമയത്ത് എന്നോട് വന്ന് ഇതിനൊരു റീഹാബിലിറ്റേഷൻ ഒരു പ്രോജക്ട് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വെച്ച്. ഞാൻ ആദ്യം ഒത്തിരി ഹെസിറ്റന്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ എന്തെങ്കിലും വരണമെന്ന് വെച്ചിട്ട് നമ്മൾ അതിനൊരു ബ്രാൻഡഡ് ആകാൻ ആഗ്രഹിക്കാത്തതിന്റെ പേരിൽ വേണ്ടാന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞില്ല, നിങ്ങൾ എന്ത് പ്രൊഫഷനിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തിന് എന്നെ നേരത്തെ അറിയായിരുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞു. എനിക്ക് വാസം എനിക്ക് ആ ഓർമ്മ ഉണ്ടായിരുന്നില്ല, പ്രായത്തിന്റെ പേരിലൊക്കെ ആയിരിക്കും. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടീഷൻസ് ഉണ്ടാകും. കണ്ടീഷൻ ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യണം. അതൊക്കെ ചെയ്തതിന് ശേഷം പറ്റും. അപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടും ചെയ്തു, ഞാൻ എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം, എനിക്ക് എന്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാവർക്കും ഇത് എത്തിക്കണം. അപ്പൊ അത് എപ്പൊളിറ്റിക്കലായിട്ടെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പുള്ളിക്ക് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് കുട്ടികളെ കൊണ്ട് സർവേ നടത്തിക്കണം ഇവിടെ കംപ്ലീറ്റ്, ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ദോഷങ്ങൾ വന്നിട്ടുള്ളത് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 100 കുട്ടികളെ ഇറക്കി എല്ലാ വീടുകളും സർവേ ചെയ്യിച്ച് അവർ നഷ്ടങ്ങൾ മുഴുവൻ കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ ഇത് ചെയ്തിട്ട് അതിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്ത് വീട് നഷ്ടപ്പെട്ട മണപ്പാട്ട് ഫൗണ്ടേഷൻ സിഇഒ അമീർ അഹമ്മദാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പുനർജനി കേസിൽ യാതൊരു രീതിയിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല, FCR ചട്ടം ലംഘനം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത്, അതായത് CBI അന്വേഷണം ശുപാർശ നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനമാകും ഈ വിഷയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SIT കൂടുതൽ സാവകാശം. വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കൂടുതൽ സാവകാശം നൽകി ഹൈക്കോടതി. 6 ആഴ്ച സമയമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നീട്ടി നൽകിയത്. SIT ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു. ഹർജി ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, 2 ആഴ്ചയ്ക്ക് ശേഷം കോടതിയിൽ SIT ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് എന്തൊക്കെയാണ് ഈ കേസിൽ ഇതുവരെയും എന്തൊക്കെ പുരോഗതിയാണ് ഉണ്ടായത്, ആരൊക്കെ അറസ്റ്റ് ചെയ്തു, കേസിലെ കണ്ടെത്തലുകൾ എന്താണ്, അതോടൊപ്പം ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതി SITക്ക് കൂടുതൽ സാവകാശം നൽകിയിട്ടുണ്ട്. 6 ആഴ്ചത്തെ സമയമാണ്. മാത്രമല്ല അതോടൊപ്പം ഇതുവരെയുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തൃപ്തരാണോ? ഹൈക്കോടതി അതിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഇപ്പം ജനുവരി 19-ാം തീയതിയാണ് വീണ്ടും അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. ജനുവരി 17-നായിരുന്നു ഇതുവരെ
ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന സമയം അവസാനിക്കുന്ന ദിവസം ജനുവരി 17 അതേസമയം അന്വേഷണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് തന്നെ SIT കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് 6 ആഴ്ച കൂടി നീട്ടി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കാൻ. ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അതായത് 4ാം തവണയാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അറസ്റ്റുകൾ, പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിലായി നടത്തുന്ന അറസ്റ്റുകൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വിജയകുമാർ, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ ഗോവർദ്ധൻ തുടങ്ങിയവരുടെ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കോടതിയിൽ വിശദീകരിച്ചിരുന്നു. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ഉന്നയിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ഇതിന് ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ SIT അന്വേഷിച്ചിരുന്നതായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ SITക്ക് കൂടുതൽ സമയം വേണ്ടിവരും. അതേസമയം ഡിസംബർ 3-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം SIT സ്വീകരിച്ച മെല്ലെപ്പൊക്കു നയത്തെ കോടതി അങ്ങേയറ്റം നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വൻതോക്കുകൾക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല, ഉന്നതർക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല, പഴുതടച്ച അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ഈ ഡിസംബർ 3-ാം തീയതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടതാണ്. അതേസമയം ഇന്ന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തോട് പ്രത്യേകിച്ച് അതൃപ്തിയൊന്നും കോടതി പരാമർശിച്ചതായി കേട്ടില്ല. അന്വേഷണം തൃപ്തികരം എന്നുള്ള നിലയിൽ തന്നെയാണ്. അതേസമയം 6 ആഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകുമ്പോൾ ദേവസ്വം ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളെയും കണ്ടെത്താൻ കോടതി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് ഇതിൽ അവസാന ഘട്ടം വരെയും ഏതൊക്കെ ഇടത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശൃംഖലകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണം, വ്യക്തമായ ധാരണയുണ്ടാകണമെന്ന് തന്നെയാണ് കോടതി SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചതാണ്, രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ ശബരിമല കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തത്, എന്തുകൊണ്ട് ഉന്നതരെ ചോദ്യം ചെയ്യുന്നില്ല, പ്രതി ചേർക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ 6 ആഴ്ചത്തെ സാവകാശം സമയപരിധി നൽകുന്നു. ഹൈക്കോടതി ഇതിൽ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് അതൃപ്തി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നമുക്കറിയാം, അങ്ങേയറ്റം രാഷ്ട്രീയപരമായി പോലും ആക്രമണം നേരിടുന്നുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു, ഉന്നത ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇതിൽ CBI വരണമെന്ന ഒരു ആവശ്യമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ, അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SITയുടെ അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനിടെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ SIT വ്യക്തമാക്കുന്നത് CBI അന്വേഷണത്തിന് ആവശ്യമില്ല, അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ്. എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയോ? അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയോ? പ്രത്യേകിച്ചും ടോം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിസംബർ 3-ാം തീയതിയാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ശേഷം ഇതിൽ തുടർ നടപടികൾ മെല്ലെപ്പൊക്കു നയം സ്വീകരിച്ചു SIT എന്നുള്ള വിമർശനം ഉയർന്നത്. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ SIT കൂടുതൽ സമയം ചോദിച്ചിരുന്നു. 1 മാസത്തെ സമയമായിരുന്നു ചോദിച്ചിരുന്നത്. അതേസമയം 6 ആഴ്ചത്തെ കാലാവധിയാണ് കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം 6 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണമെന്നായിരുന്നു കോടതി ഉത്തരവിട്ടിരുന്നത്. തുടർന്ന് 2 ആഴ്ച കൂടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം എന്നായിരുന്നു. അതേ തുടർന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഓരോ ഘട്ടത്തിലും കോടതി ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് വേണ്ടിയിരുന്ന സജഷൻസ്, അതല്ലെങ്കിൽ കോടതി ഏതൊക്കെ തരത്തിൽ അന്വേഷണം വേണമെന്ന് ഡയറക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്നും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ജസ്റ്റിസ് KV ജയകുമാറിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് SIT കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം സ്വർണ്ണപ്പാളിയുമായി
ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടും അതേ തുടർന്നുണ്ടായ അന്വേഷണങ്ങൾ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള സജഷൻസും ഇതുമായി ബന്ധപ്പെട്ട SIT കോടതിയിൽ ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 6 ആഴ്ച സമയം SIT നീട്ടി നൽകിയിട്ടുണ്ട്. അതേസമയം KP ശങ്കർദാസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. ശങ്കർദാസ് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് സുപ്രീം കോടതി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 5ാമത്തെ പാരഗ്രാഫ് മുതൽ നീക്കം ചെയ്യണം. ശങ്കർദാസ് ഇതിൽ മിനിറ്റ്സിൽ ഒപ്പിട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഒപ്പിട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതേസമയം ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് KP ശങ്കർദാസിനെയും വിജയകുമാറിനെ നീക്കം ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചതും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടി നേരിടുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. അങ്ങനെ സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമായി പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല എന്ന സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൽ ചോദിക്കുകയാണ്. ശങ്കർദാസ് അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്, ഒരു പോലീസ് ഉന്നതൻ്റെ പിതാവാണ്. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ശങ്കർദാസിനെ പിടികൂടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ പോലും SIT ഒരല്പം സാവകാശം നൽകുന്നു, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കടക്കുന്നില്ല. അതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനമുണ്ടായത്. എന്താണെന്ന് ഈ ശങ്കർദാസിനെതിരെ, കാരണം നേരത്തെ എന്തുകൊണ്ട് ശങ്കർദാസിനെ പ്രതി ചേർക്കുന്നില്ല എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചതാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ശങ്കർദാസ് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ഇത് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണം എന്ന്, അതായത് 5ാമത്തെ പാരഗ്രാഫ് നീക്കം ചെയ്യണം ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നും എന്നാവശ്യപ്പെട്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലായിരുന്നു KP ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒഴിവാക്കിയതെന്ന് കോടതി ചോദിച്ചിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആവശ്യം ഉന്നയിച്ചായിട്ടാണ് KP ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ശങ്കർദാസിന് തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത് ഹൈക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസാണ്, അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ശങ്കർദാസിനെ വിമർശിച്ചത് അങ്ങനെയാണ്. അതുമാത്രമല്ല, ഈ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് അത് അങ്ങനെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം അനുസരിച്ചിട്ട് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ, അതുമാത്രമല്ല ഈ നിരീക്ഷണം കൃത്യമാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശങ്കർദാസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളുന്ന സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റുകളിൽ ഒന്ന് ഈ ശങ്കർദാസിനൊപ്പം ഉണ്ടായിരുന്ന വിജയകുമാറിന്റേതാണ്. വിജയകുമാറിന്റെ ദേവസ്വം മുൻ ബോർഡ് അംഗമാണ് വിജയകുമാർ. അതുപോലെ വിജയകുമാർ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ ഗോവർദ്ധൻ, ഈ 3 പേരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നത്. അതേസമയം ചെന്നൈയിലെ വ്യാപാരി മണിയുമായി ബന്ധപ്പെട്ടുള്ള അയാളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കോടതിയെ SIT അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 6 ആഴ്ച കൂടി സമയം, അതായത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അനുവദിച്ചിരുന്ന 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്നായിരുന്നു. അത് മതിയാകില്ല എന്ന് കോടതിക്ക് തന്നെ വ്യക്തമായിരിക്കുന്നു. അതുമാത്രമല്ല, ഇത്ര അധികം ആളുകളിലേക്ക് എത്തുമ്പോഴും ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്ന് കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതി ആരാഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമാണ്, ദേവസ്വം ബെഞ്ച് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ശേഷം മാത്രമേ അതിൽ ഈ പുസ്തകം അടയ്ക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ 6 ആഴ്ച കൂടി എന്തായാലും അന്വേഷണം നീട്ടി നൽകുകയാണ്. അന്വേഷണ സംഘത്തിന് അത്രയും സമയം കൂടി നീട്ടി നൽകുകയാണ്. 6 ആഴ്ചയ്ക്ക് ഈ ജനുവരി 19-ാം തീയതി, അതായത് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. അതായത് 5ാമത്തെ തവണയാണ് ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കാം. അത് സംബന്ധിച്ച വിവരങ്ങളും SIT കൂടുതൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് അന്വേഷണത്തിന് SITക്ക് ഹൈക്കോടതി 6 ആഴ്ചത്തെ
സാവകാശം നൽകിയിരിക്കുന്നത്. ഈ മാസം 19-ന് ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കും. അന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊല്ലം കൊട്ടിയത്ത് വളർത്തുനായിയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിനെ ചൊല്ലി അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഗൃഹനാഥനെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യനാട് സ്വദേശി രാജീവാണ് പിടിയിലായത്. സമീപവാസിയായ കബീർ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് നടപടി. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. അതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൽ മയ്യനാട് പനവയലിലെ കബീർ കുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർ കുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർ കുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർ കുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർ കുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കൊല്ലത്തുനിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അയൽവാസിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും അയൽത്തർക്കം അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ? ടോമത്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയം സ്റ്റേഷൻ പരിധിയിലാണ്, മയ്യനാടാണ്. അതായത് ഈ കബീർ കുട്ടി എന്ന ആളുടെ സമീപത്ത് താമസിക്കുന്ന ആളാണ് രാജീവ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളർത്തുനായെ വീട്ടിൽ ഉണ്ട്. 2 വളർത്തുനായാണ് ഉള്ളത്. ഈ വളർത്തുനായെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്ത ഒരു വിരോധത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ടോം, ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ. ഇത് ചോദ്യം ചെയ്തതിലൂടെയുള്ള വിരോധം, രാജീവ് വിരോധം തീർക്കാനായിട്ട് കബീർ കുട്ടിയുടെ വീട്ടിൽ വരികയും ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കബീർ കുട്ടിയുടെ വീട്ടിലെ സ്ത്രീയെ കാല് വെച്ച് തൊഴിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിവർ മൊബൈൽ ഫോണിൽ പകർത്തി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി നൽകാനായിട്ട് കബീർ കുട്ടി പോയപ്പോഴാണ് ഇതിലുണ്ടായ ഒരു വിരോധത്തിൽ ഇയാൾ വെട്ടുകത്തിയുമായിട്ട് വരികയും ക്രൂരമായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ കബീർ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കേട്ടോ, അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് രാജീവ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കാരണം ഇങ്ങനെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ക്രൂരമായ രീതിയിലുള്ളൊരു ആക്രമണം ഈ കബീർ കുട്ടിക്കുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനി തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഈ പരിക്കേറ്റ കബീർ കുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കബീർ കുട്ടിയുടെ വീട്ടിലെ ഭാര്യ, കുട്ടികളടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതുപോലെ തന്നെ വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ദൃശ്യങ്ങൾ വളരെ ഒരു തെളിവാണ്. ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പരാതിയോടൊപ്പം തന്നെ ഇവർ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ രാജീവ് 2 നായ്ക്കളെയാണ് വീട്ടിൽ വളർത്തുന്നത്. വളർത്തുനായ്ക്കളാണ്. ഈ രാജീവ് സ്ഥിരം മദ്യപാനിയാണെന്നാണ് പറയപ്പെടുന്നത്. മദ്യലഹരിയിൽ ഇയാൾ വീട്ടിലെത്തുകയും ഈ വളർത്തുനായ്ക്കളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഇയാൾക്കുണ്ട്. നിരവധി തവണ ഈ നാട്ടുകാരടക്കം ഇത് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ രാജീവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികളിലേക്ക് നീങ്ങരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാനൊന്നും തന്നെ ഈ രാജീവ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഈ പട്ടികളെ അതിക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തു. വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അയൽക്കാർ തമ്മിലുള്ള തർക്കം, അതിൻ്റെ കാരണമായത് വളർത്തുനായെ ഉപദ്രവിച്ചതാണ്.
അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആലുവ തോട്ടക്കാട്ടുകരയിൽ കവർച്ച. 7 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. ജോർജ് സേവ്യറിന്റെ വീട്ടിൽ നിന്നാണ് 7 പവൻ സ്വർണം മോഷ്ടിച്ചത്. ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ ഗൃഹനാഥൻ ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അതിനിടെ എങ്ങനെയാണ് ഈ മോഷണം നടന്ന വിവരം കുടുംബം അറിയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് ഈ മോഷണം നടന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ഈ ജോർജ് സേവ്യറിന്റെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ആ കുടുംബവും ജോർജും ഓസ്ട്രേലിയയിലാണ്. വീട്ടിൽ സ്ഥിരമായി ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ്. ഈ 3-ാം തീയതി രാത്രി ലൈറ്റ് ഇടാൻ വന്നപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം തന്നെയാണ് പോലീസിനെ അറിയിച്ചത്. വീടിനകം മുഴുവൻ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല തുടർ നടപടികൾ ആയി പോലീസ് എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 7 പവനാണ് ഈ മോഷണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല എസ്.പിയുടെ വീടിനടുത്തും ഏകദേശം 100 മീറ്റർ അടുത്തായിട്ടാണ് ഈ വീടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് വളരെ പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ഒരു മോഷണമാണ് എന്നുള്ള കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവയിൽ പലയിടത്തുമായി മോഷണം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതല്ലാതെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാലും ഈ കവർച്ചയുടെ ആലുവ തോട്ടക്കാട്ടുകരയിലാണ് കവർച്ച നടന്നത്. ഈ ജോർജ് സേവ്യർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നുമാണ്. കുടുംബത്തോടൊപ്പം അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. 7 പവനാണ് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഈ സംഭവത്തിൽ ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന, അതായത് ഇവർ വിദേശത്തേക്ക് പോയപ്പോൾ വീട്ടിൽ ഈ സ്വർണം സൂക്ഷിച്ചിരുന്നു. പണമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് സ്വർണം മാത്രമാണോ നഷ്ടമായത്? എന്ന് മാത്രമല്ല വീട്ടുപകരണങ്ങളൊക്കെ നശിപ്പിച്ച നിലയിലാണ് വീടിനകമുള്ളത്. വീട് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് ശരിക്കും ഈ മോഷണ ശ്രമം നടന്നു എന്നുള്ളത് കാര്യം, ഇതിലെ മോഷണം നടന്നു എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ഈ ലൈറ്റ് ഇടാനായി ഏൽപ്പിച്ചിരുന്ന ആള് അവിടെ എത്തുമ്പോഴാണ്. 3-ാം തീയതിയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് എന്നാണ് തിരിച്ചറിയുന്നത്. അതായത് ഡിസംബർ 24-നും 4-നും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3-ാം തീയതിയാണ് ഈ ലൈറ്റ് ഇടാനുള്ള ആൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം എത്തിയിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം 24-ാം തീയതിയും 4-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 23-ാം തീയതി രാത്രി അദ്ദേഹം വന്നപ്പോഴാണ് ഇത്തരത്തിൽ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തി. വീടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ വീടിനുള്ളിൽ സാധന സാമഗ്രികളൊക്കെ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് മോഷണം നടന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയ ശേഷമാണ് ഈ ആലുവയും സമീപ പ്രദേശങ്ങളും നിരവധി ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. മോഷ്ടാക്കൾ വിലസുന്നുണ്ട്. നിരവധി ക്രിമിനൽ സംഘങ്ങൾ വിലസുന്ന ഒരു സ്ഥലമാണ്. ഇത് ക്രിസ്മസിന് മുൻപാണ്, തൊട്ട് മുൻപാണ് ഈ ഒരു കവർച്ച നടന്നതെന്ന് പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ, മോഷ്ടാക്കളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ? എന്താണ് സൂചന? കാരണം ഈ കുടുംബവുമായി അടുപ്പമുള്ളവരാണോ, അതോ നിരവധി ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന പ്രദേശം കൂടിയാണ്, ഇതര സംസ്ഥാനക്കാരിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? ഇത് എസ്.പി ഓഫീസിന് അടുത്ത് 100 മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത്. ഇവിടെയാണ് മോഷണം നടന്നിട്ടുള്ളത്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് കൂടുതൽ അതിശയകരവും. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ സമീപ പ്രദേശങ്ങളായി നിരവധി മോഷണം നടക്കുന്നുണ്ട്, നിരവധി ക്രിമിനൽ കേസുകൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും പോലീസിന് തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഡിസംബർ 24-നും 4-നും ഇടയിലുള്ള ഒരു സമയം എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ ചില കേസുകൾ തെളിയാനുണ്ട്, അതിൽ വ്യക്തതയില്ല. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട്. അതേസമയം ഈ ഒരാഴ്ച സമയം എന്ന് പറയുന്നത് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള, അതല്ലെങ്കിൽ മറ്റു തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഏറെയാണ്.
ഈ 24-നും ഡിസംബർ 24-നും ജാനുവരി 3-നും ഇടയിലുള്ള സമയം, ജാനുവരി 4-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് എന്നാണ് പോലീസിന്റെ ഒരു ധാരണ. ജാനുവരി 3-നും ഇടയിൽ, അതായത് ഈ 3-ാം തീയതിയാണ് വീട്ടുകാരെ ഏൽപ്പിച്ചിരുന്ന ആള് ലൈറ്റ് ഇടാൻ വേണ്ടി അവിടെ എത്തുന്നതും മോഷണ ശ്രമം നടന്നുവെന്ന് വ്യക്തമാകുന്നതും അങ്ങനെയാണ്. ആ ഒരാഴ്ച കാലയളവിനുള്ളിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രതികള് രക്ഷപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ അവര് ഏത് വഴിക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ, CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വിരലടയാള വിദഗ്ധർ എത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ്. എന്തായാലും 7 പവനാണ് നിലവിൽ നഷ്ടപ്പെട്ടതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 7 പവനാണ്. കൂടുതൽ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നോക്കിയത്. ആലുവയിലാണ് SP ഓഫീസിന് തൊട്ട് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയതിൽ നഷ്ടപരിഹാരം തേടി സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സംബന്ധിച്ചതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും സുമയ്യ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും തേടിയാണ് സുമയ്യ കോടതിയെ സമീപിക്കുന്നത്. എനിക്ക് സംഭവിച്ച വീഴ്ച അവരായിട്ട് ഞാനായിട്ട് അത് ചെയ്തതല്ല, ഡോക്ടറിന്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ സർക്കാർ തന്നെയാണ് അതിന് ഉള്ള ഒരിത് തരയും വേണം. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈയബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങൾ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. സർക്കാർ ജോലിയും വേണം, പിന്നെ നഷ്ടപരിഹാരവും വേണം. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, സുമയ ആദ്യത്തെ ഇരയുമല്ല. ഇതുപോലെ നിരവധി ചികിത്സാ പിഴവുകൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൽ ഇരയാകപ്പെടുന്ന, അതല്ലെങ്കിൽ ഈ ചികിത്സാ പിഴവ് സംഭവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം, തുടർന്നുള്ള ജീവിതം നരകതുല്യമായിരിക്കും. പിന്നീട് ആശുപത്രികൾ, പിന്നെ തുടർ ചികിത്സയ്ക്ക് സാമ്പത്തിക ചെലവ്, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ ഇതിനു മുൻപുള്ള വിഷയങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് ഈ ഡോക്ടർമാരെ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്തു. അതായത് വീഴ്ച സംബന്ധിച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞു. പക്ഷേ അതുമാത്രം പോരല്ലോ, സുമയ്യയ്ക്ക് ഇതിൻ്റെ ഒരു യാതന അനുഭവിച്ച സുമയ്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടേ? ഇവർ എന്താണ് വ്യക്തമാക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്? ടോം, കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഒരു വിഷയം പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുകയും ഒരുപാട് വിവാദങ്ങൾക്കടക്കം തുടക്കം കുറിച്ചിരുന്നു. കാരണം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ളൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അതിന് അനുബന്ധിച്ച സമയത്ത് തന്നെയാണ്, അതുമായി ചേർന്ന് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ചികിത്സാ പിഴവും പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ഒരു ഗൈഡ് വയർ കുടുങ്ങിയ കാര്യം, അത് കൃത്യമായ സമയത്ത് ഒരു ശസ്ത്രക്രിയയിലേക്കോ കാര്യങ്ങളിലേക്കോ കടന്നിരുന്നുവെങ്കിൽ, അതായത് ഒരുപാട് വൈകുന്നതിന് മുൻപ് തന്നെ ഒരു ശസ്ത്രക്രിയയിൽ കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗൈഡ് വയർ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് കാലതാമസം, വളരെയധികം കാലതാമസം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുക എന്ന് പറയുന്നത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ വേണ്ട, മറ്റു തരത്തിലുള്ള മരുന്നുകളുമായി മുന്നോട്ട് പോകാം എന്നാണ് ഡോക്ടർമാരടക്കം പങ്കുവച്ചൊരു വിവരം. കാരണം ഒരു വിദഗ്ധ സമിതിയാണ് ആരോഗ്യനിലയും മറ്റും പരിശോധിച്ചടക്കം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് കുടുംബവും ഈ സുമയും ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നത്, ഇവർ വളരെ ചെറിയ പ്രായമാണ്, മക്കളുണ്ട്, മാത്രമല്ല ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന യുവതിയാണ്. ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, സ്ഥിരമായി ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. അങ്ങനെ ജീവിതം ആകെ മാറിമറിഞ്ഞ ഒരു അവസ്ഥയാണ് അവർക്ക്. അതായത് ഈ ഒരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയയിലുണ്ടായ ഒരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ബുദ്ധിമുട്ട് ഇനി അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ സാഹചര്യത്തിലാണ് അവരിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ തന്നെ തുടക്കത്തിൽ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും, നഷ്ടപരിഹാരം അടക്കം നൽകും, ഒരു തെറ്റ് സംഭവിച്ചു എന്നതടക്കമുള്ള തുറന്നു പറച്ചിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായെങ്കിലും
പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. അതായത് നഷ്ടപരിഹാരം നൽകുന്നില്ല, വേണ്ട രീതിയിൽ അവർക്ക് സഹായങ്ങൾ ലഭ്യമാകുന്നില്ല. മാത്രമല്ല അവർ പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ ജോലിയടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുമയ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് ചെറിയ മക്കളാണ്. അവർ കൃത്യമായി ലാബിൽ, അതായത് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സർജറിയും ഒപ്പം തന്നെ ഈ ഒരു ചികിത്സാ പിഴവും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ചികിത്സാ പിഴവിന്റെ ഭാഗമായി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ വരുന്നു. അതായത് ഈ ഒരു ശ്വാസമുട്ടലുമായി അനുബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ബുദ്ധിമുട്ടുകളാണ്. ഏറ്റവും വലിയ ആശങ്ക സാരംഗ്, കാരണം സുമയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു. ഗൈഡ് വയറിന്റെ ഭാഗങ്ങൾ ഞരമ്പുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത്. ഇത് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ കുടുംബം, സുമയ്യ ഒക്കെ വലിയ ആശങ്കയിലാണ്. ഈ വിഷയത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകിയേ മതിയാകൂ. മാത്രമല്ല ഈ വീഴ്ച വരുത്തിയ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ടോം, ഇതിൽ കൃത്യമായൊരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ, അതായത് തെറ്റ് സാധാരണ രീതിയിൽ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് അത് ഡോക്ടർമാരെയും ജീവനക്കാരെയും അടക്കം സംരക്ഷിക്കുന്ന നിലപാടാണ് സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ തെറ്റ് സംഭവിച്ചു. കാരണം ഇതിൽ നഗ്നമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇതിന്റെ സ്കാനിങ്ങും മറ്റും നടത്തിയത്. മാത്രമല്ല ഇതിൽ നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവ് ശരീരത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചികിത്സാ പിഴവ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. കാരണം മുന്നോട്ടുള്ള ജീവിതം, ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നഷ്ടപരിഹാരത്തിന് അർഹയാണ് താൻ. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണം. സർക്കാർ ആ നിലപാട് എടുക്കാത്തതാണ് ഈ കോടതിയിലേക്ക് പോകാൻ കാരണമെന്നാണ് സുമയ്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആരോഗ്യ ജീവനക്കാർ, അതായത് ഈ ഡോക്ടർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആർഎംഒ, ഒപ്പം ഈ നഴ്സുമാരടക്കമുള്ളവർ, അവരും ഇതിൽ എത്രത്തോളം പങ്കാളികളായിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള ചെക്കപ്പിന്റെ സമയത്തടക്കം ഇത് കൃത്യമായി മെൻഷൻ ചെയ്ത് ഒപ്പം തന്നെ ആ സമയത്ത് വേണ്ട ചികിത്സയോ, അതായത് ഇപ്പോൾ നടത്തിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഈ ഗൈഡ് വയർ പുറത്തേക്ക് എടുക്കാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ശസ്ത്രക്രിയക്ക് സാധ്യതയുണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് എടുക്കാനുള്ളൊരു സാധ്യത ആ സമയത്ത് കുറച്ച് അധികമായിരുന്നു. ഇത് കുറെ കാലം, അതായത് മാസങ്ങളോളം ഗൈഡ് വയർ ഈ ഞരമ്പുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാവർത്തികമല്ല. കാരണം തുറന്നുള്ള ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ വളരെയധികം ദുഷ്കരമാണ്. മാത്രമല്ല രോഗിയുടെ ജീവന് വരെ അത് ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വിദഗ്ധ സമിതി അടക്കം ഇത് അത്തരത്തിലുള്ള കടുത്ത കൈകൾ, അതായത് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കണ്ട, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മാത്രം ശ്രമിച്ചു നോക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റം വരുത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ സുമയ്യയ്ക്ക് അതായത് സർക്കാർ ജോലിയും ഒപ്പം തന്നെ ഈ ഒരു കൃത്യമായ നഷ്ടപരിഹാരവും നീതിയും ലഭിക്കണം. അതിനെ കോടതി സമീപിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് സുമയ്യ അടക്കം പറയുന്നത്. കാരണം സർക്കാരിൽ നിന്നും ഇനിയും കാത്തിരുന്നാൽ നീതിയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ ഒന്നും തന്നെ ലഭിക്കില്ല. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടാകുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് സുമയ്യ പറയുന്നത്. കേട്ടോ, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ മുഖ്യമന്ത്രി, അതോടൊപ്പം ആരോഗ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ട് സുമയ്യ പരാതി നൽകിയിരുന്നു. അതിനുശേഷം നിയമസഭയിൽ ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്തതാണ്. ഡോക്ടറിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി, പക്ഷേ ആ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഡോക്ടർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല സുമയ്യ ഇപ്പോഴും അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഇപ്പോഴും ആ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. വലിയ ആശങ്കയിലാണ് കുടുംബം. അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ജോലി വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ മറുപടി നൽകണം, നടപടി സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.